പാപിയായ എനിക്ക് വേണ്ടി ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് എൻ്റെ പാപത്തിന് വേണ്ടി ശാപം നീക്കുവാൻ, രോഗമകറ്റുവാൻ, ന്യായവിധിയിൽ നിന്ന് രക്ഷിപ്പാൻ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർവശക്ത കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എൻ്റെ പേരെഴുതണം. ഇനിയുള്ള കാലം മുഴുവൻ അങ്ങയെ വിശ്വസിപ്പാൻ, ആശ്രയിപ്പാൻ, ആരാധിപ്പാൻ എന്നെ സഹായിക്കണം. സർവശക്തൻ്റെ കൃപയാൽ എന്നെ കാക്കണം. ഇന്ന് രോഗമുള്ള എല്ലാവരിൽ നിന്നും രോഗാത്മാവിനെ ബന്ധിച്ചകറ്റി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. ജീവകാലം മുഴുവൻ അത്യുന്നതനെ ആരാധിച്ച് ആയിരിക്കാനും കൃപ നൽകണം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയട്ടെ. യേശുനാമത്തിൽ ആമേൻ, ആമേൻ. പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ പിതാവേ, മഹത്വപൂർണമായ ഒരു പകൽക്കാലത്തിനായിട്ട് ഹല്ലേലൂയ, നന്ദിയും സ്തോത്രവും സ്തുതിയും ആരാധന അർപ്പിക്കട്ടെ. ഇന്ന് നിന്റെ മഹത്വത്തിനായി, ഇന്ന് നിന്റെ ശക്തിക്കായി, ഇന്ന് നിന്റെ സമാധാനത്തിനായി, ഇന്ന് നിന്റെ അനുഗ്രഹത്തിനായി, ഇന്ന് നിന്റെ അത്ഭുതത്തിനായി നിന്റെ പാതാര ബന്ധുക്കളില് ഞങ്ങൾ ഇതാ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളെ പേരുപേരായി അവിടുന്ന് അനുഗ്രഹിക്കണം. വടക്കുന്നും കിഴക്കും തെക്കുന്നും പടിഞ്ഞാറും ആലയം നിറയുമാണ്. ജനത്തെ അയച്ച ദൈവത്തിന് സ്തോത്രം. നിന്റെ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളും ചന്തോചിതമായി ചെയ്തെടുപ്പാൻ കൃപ നൽകണം. ഇന്ന് നടക്കുന്ന സ്നാനത്തിലും പരമോന്നത നിന്റെ കരമുണ്ടാകണം. നിന്റെ ജനത്തിന് വേണ്ടി ഭക്ഷണശാലയില് എല്ലാം സന്തോഷിതമായി ചെയ്തെടുക്കുവാൻ കൃപ തന്ന് അനുഗ്രഹിക്കണം. മഹത്വമെടുക്കണം. പാടട്ടെ, പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. മഹത്വത്തിന് കാരണമാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ നമുക്കിന്ന് ഏക സത്യ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. എന്നോടൊപ്പം ആരാധിപ്പാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ആ ഏക സത്യ ദൈവത്തെ നമുക്കിന്ന് ആരാധിക്കാം. എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അതെങ്ങനെ? നമ്മുടെ ആത്മാവിനെ ആത്മാവായ ദൈവകരത്തിൽ ഏൽപ്പിക്കാം. മരിച്ചു മൺമറയുന്ന നമ്മുടെ ശരീരത്തെ മരണം മാറ്റുവാൻ അധികാരമുള്ള, സത്യമാക്കി തീർക്കുവാൻ കഴിവുള്ള സത്യസ്വരൂപന്റെ കൈകളിൽ ഏൽപ്പിക്കുക. അവൻ നമ്മുടെ മരണം മാറ്റും. നമ്മുടെ മരണത്തെ മാറ്റി നമുക്ക് സത്യമായ ഒരു ശരീരവും നിത്യമായ നിത്യജീവനുള്ള ആത്മാവിനെയും തന്ന് അവൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാനിപ്പോൾ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. 2 കാര്യം ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. ഒന്ന്, ദൈവം അക്ഷയനാണ്. ആമേൻ, ആമേൻ. എന്താണ് അക്ഷയൻ? ക്ഷയമില്ലാത്തവൻ എന്ന് വെച്ചാൽ മാറ്റമില്ലാത്തവൻ എന്ന് വെച്ചാൽ നശിക്കാത്തവൻ എന്ന് വെച്ചാൽ എന്നും അവൻ ദൈവമായിരിക്കുന്നവൻ. ഒരു ഹല്ലേലൂയ പാടി. എന്റെ ദൈവം കുളത്തിലോ പുഴയിലോ ഇട്ടുകളയാവുന്നതും തീ കൊണ്ട് ചുട്ടുകളയാവുന്നതും എറിഞ്ഞു ഉടയ്ക്കാവുന്നതുമായ ക്ഷയമുള്ള ഒന്നല്ല. എത്ര പേർക്ക് അങ്ങനെ ഉറപ്പുണ്ട്? രണ്ടാമത്, ഈ ദൈവം തേജസ്സാണ്. എന്താണ്? തേജസ്സാണ്. ആ ദൈവത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെ വായിക്കുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയായിരുന്നു.
അവൻ സൂര്യനെ പോലെ തേജോരൂപനാണ്. ആരാ? ദൈവം. സർവശക്തനായ ദൈവം സൂര്യനെ പോലെ തേജോരൂപനാകുന്നു. ആമേൻ. അതുകൊണ്ട് ദൈവത്തെ സൂര്യശോഭയോടുകൂടെ കാണണം. ഈ ലോകത്തിൽ 3 വിധത്തിലുള്ള വെളിച്ചമുണ്ട്. ഒന്ന് ചുവപ്പ് നിറം. ചുവപ്പ് ആരുടെ നിറാണെന്നറിയാം? ചിലർ പറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അല്ല, വാസ്തവത്തിൽ ചുവപ്പ് ആരുടെയെന്നറിയാമോ? ദേവി ഭഗവതി. കേട്ടില്ല? ഭദ്രകാളിയുടെ നിറമാണ്. കൊടുങ്ങല്ലൂർ ആരാ? ഭദ്രകാളിയാ. അതുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് ദൈവം കാണിച്ചു തന്നൊരു കാര്യമുണ്ട്. ഏതൊരു വീട്ടിൽ ചെന്നാലും ഞാൻ കണ്ണടച്ചാൽ പട്ടുപോലെ ചുവപ്പ് കാണും. ഞാൻ അവരോട് പറയും ഇത് ഭഗവതിയുടെ അവകാശമാണെന്ന്. അപ്പൊ അവർ പറയും തന്നെ ഇത് ഭഗവതിയുടെ തന്നെയാണ്. രണ്ടാമത് നീല കാർമുകിൽ വർണ്ണനാണ് കൃഷ്ണൻ. കൃഷ്ണന്റെ, ഗുരുവായൂരപ്പന്റെ, ശിവന്റെ ഒക്കെ അവകാശമാണെങ്കിൽ നീല നിറത്തിലുള്ള വെളിച്ചം എൻ്റെ കണ്ണിൽ മിന്നും. ഞാൻ പറയും ശിവന്റെ അവകാശമാണ്, കൃഷ്ണന്റെ അവകാശമാണ് ഈ ദേശമെന്ന് പറഞ്ഞാൽ അപ്പൊ പറയവര് തന്നെ. എന്നാൽ ഈ 2 വെളിച്ചത്തെ കവിയുന്ന 3ാമത്തെ വെളിച്ചമാണ് സർവശക്തനായ ദൈവത്തിന്റെ വെളിച്ചം. അത് ചുവപ്പല്ല, നീലയല്ല, കാർമുകിൽ നിറവുമല്ല. അത് പഞ്ഞി പോലെ, ഹിമം പോലെ വെള്ളയായതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹിമം പോലെ, പഞ്ഞി പോലെ വെള്ളയായ, സൂര്യന്റെ തേജസ് പോലെ തേജസ്സായ വെളിച്ചമാണ് ദൈവത്തിന്റെ വെളിച്ചം. ആ ദൈവത്തിന്റെ വെളിച്ചം നീ ദർശിച്ചാൽ ഒരു കാര്യം ഉറപ്പാ, നിന്റെ പാപം, ശാപം, രോഗം, മരണം 4 മാറിപ്പോകും. 78 ജൂൺ മാസം 20-ാം തീയതി രാത്രി ഞാൻ കണ്ട വെളിച്ചവും അതുപോലെ ഹിമം പോലെ വെണ്മയുള്ള വെളിച്ചമാണ്. അതുകൊണ്ട് എൻ്റെ രോഗം മാറി, എൻ്റെ മരണം മാറി, എൻ്റെ വേദന മാറി, എൻ്റെ കഷ്ടതയും മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു മുതൽ നിങ്ങളുടെ ഏത് പ്രശ്നമായിരുന്നാലും ദൈവത്തോട് പറയണം, ദൈവമേ, ശത്രുവിൻ്റെ വെളിച്ചമോ സംഹാരമൂർത്തിയുടെ വെളിച്ചമോ എനിക്ക് കാണുവാൻ ഇടവരരുത്. ഇനി കൃഷ്ണൻ ശയിക്കുന്നത് അനന്തൻ എന്ന സർപ്പത്തിൻ്റെ പുറത്താണ്. സർപ്പത്തിൻ്റെ പവറ് കൃഷ്ണന്റെ മേൽ വന്നതുകൊണ്ടാണ് നീല കാർമുകിൽ വർണ്ണൻ എന്ന് പേര് വന്നത്. എന്ന് വെച്ചാൽ സംഹാരമൂർത്തിയുടെ വിഷമാണ് തന്നിൽ കളർന്നിരിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ മേലുള്ള വെളിച്ചം ഹിമം പോലെ, പഞ്ഞി പോലെ വെണ്മയുള്ള വെളിച്ചമാണ്. ആകട്ടെ, ഞാൻ ഇത് രണ്ടും പറയാനല്ല ആഗ്രഹിച്ചത്. 23-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. 3ാമത് ദൈവം രൂപത്തിലല്ല. 1 ദൈവം മനുഷ്യൻ രൂപത്തിലല്ല. 2 ദൈവം അദൃശ്യനാണ്. 3 ദൈവം തേജസ്സാണ്. 4 ദൈവം ഒന്നിനോടും സാദൃശ്യമല്ല. ഈ 4 കാര്യം നിങ്ങൾ അറിയണം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് അറിയിപ്പാൻ ആഗ്രഹിക്കുന്നത്
ഒന്നുകൂടെ വായിച്ച 23. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ. അക്ഷയനാണ് ദൈവം, ആ ദൈവം തേജസ്സാണ്. 21 വാക്യം മുതല് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. മനുഷ്യരെല്ലാവരും നിരൂപകന്മാരാണ്. തന്നെത്താൻ ഇരുന്നുകൊണ്ട് ഓരോന്ന് നിരൂപിച്ച് അവൻ തന്നെത്താൻ ദുഃഖപൂർണനായി മാറും. മനുഷ്യൻ നിരൂപിച്ചിട്ടാണ് 33 കോടി ദൈവങ്ങൾ ഉണ്ടായത്. മനുഷ്യന്റെ നിരൂപണമാണ് ക്ഷേത്രങ്ങളും കോവിലുകളും മോസ്കുകളും പള്ളികളും എല്ലാം നിരൂപണങ്ങളാണ്. നിരൂപണമെല്ലാം വ്യർത്ഥമാണ്. നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായിത്തീരുന്നു. അങ്ങനെ വ്യർത്ഥരായി, ശൂന്യതയിലായി, രോഗത്തിലായി, കഷ്ടതയിലും കണ്ണുനീരിലുമായി അധപ്പതിച്ചവരാണ് ഇവിടെ ആയിരിക്കുന്ന നമ്മളെല്ലാവരും. ഇന്നു മുതൽ നിങ്ങൾ നിരൂപിക്കരുത്. ദൈവത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചോ ആരാധനയെക്കുറിച്ചോ നിരൂപിക്കുകയല്ല വേണ്ടത്, അനുഭവിക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. വായിക്കാം 21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ദൈവമല്ല എന്നും വിഗ്രഹങ്ങളെ നോക്കി അറിയാം. പക്ഷെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് അവർ ഇതല്ല ദൈവം, ദൈവമുണ്ടെന്ന് ഓർത്തിട്ടില്ല. മഹത്വീകരിക്കുകയോ രണ്ടാമത് മഹത്വപ്പെടുത്തിയിട്ടില്ല. നന്ദി കാണിക്കുകയോ മൂന്നാമത് നന്ദി കാണിക്കുകയോ ചെയ്തില്ല. തങ്ങളുടെ നിരൂപണങ്ങളിൽ നാലാമത് അവർ നിരൂപണങ്ങളിൽ നശിച്ചുപോയി. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അങ്ങനെ 6 കാര്യം 21 വാക്യത്തിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്ക് പറയാനുള്ള ഒറ്റ വാക്ക്, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്. നമ്മുടെ ദൈവം തേജസ്സാണ്. തേജസ് എന്ന് പറഞ്ഞാൽ 5 ഗുണങ്ങളുണ്ട്. എന്താണ് 5 ഗുണങ്ങളുള്ള തേജസ്? 1 മഹത്വമാണ്. മഹത്വം എന്ന് കേട്ടാൽ പെട്ടെന്ന് ഓർമ്മ വരും, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഇല്ലാതിനെ ഉള്ളതുപോലെയാക്കി. 2 നാറ്റം വെച്ച ലാസറെ ഉയർപ്പിച്ചു. ദൈവത്തിന്റെ മഹത്വം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പേർ ചൊല്ലി വിളിക്കുകയും മരിച്ചതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അതാണ് ദൈവത്തിന്റെ മഹത്വം. രണ്ടാമത് ദൈവത്തിന്റെ മഹത്വം അഗ്നിയാണ്. ആവർത്തനം 4:17 സർവശക്തനായ ദൈവം വെളിപ്പെട്ടത് അഗ്നിയിലാണ്. മൂന്നാമത് ഈ ദൈവം മഹത്വമാണ്, അഗ്നിയാണ്, തേജസ്സാണ്, ശബ്ദമാണ്. ദൈവത്തിന്റെ ശബ്ദം അഗ്നിയിൽ നിന്ന് മോശ കേട്ടു, അഗ്നിയിൽ നിന്ന് ഏലിയാവ് കേട്ടു, അഗ്നിയിൽ നിന്ന് ഹതഭാഗ്യനായ പൗലോസ് കേട്ടു. ഒടുവിൽ അകാലപ്രതിയായിരിക്കുന്ന എനിക്കും കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചു. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം അല്ലെങ്കിൽ തേജസ് എന്ന് പറഞ്ഞാൽ 1 മഹത്വമാണ്, 2 അഗ്നിയാണ്, 3 ശബ്ദമാണ്, 4 തേജസ്സാണ്. മറക്കരുത്, തേജസ്സാണ്, അഗ്നിയാണ്, ശബ്ദമാണ്, മഹത്വമാണ്. ഇതിനെല്ലാറ്റിനും കൂടെ ഇംഗ്ലീഷിൽ ഒറ്റ വാക്ക് ഗ്ലോറി. പെന്തക്കോസ്തുകാരെ ഇടതടവില്ലാതെ ഗ്ലോറി 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 എന്ന് പറയും. എന്താണെന്ന് അവർക്കറിയില്ല. കേട്ടല്ലോ, തത്തമ്മേ പൂച്ച പൂച്ച. ആരോ ഇംഗ്ലീഷ് അറിയുന്നവര്
ഗ്ലോറി എന്ന് പറഞ്ഞു ഇവരെ ഏറ്റുപാടുകയാണ്. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ഗ്ലോറി എന്ന് പറഞ്ഞാൽ 1 മഹത്വം, 2 അഗ്നി, 3 ശബ്ദം, 4 തേജസ്. മറക്കരുത്. ഞാൻ ഈ 4 കാര്യത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏതാനും മിനിറ്റുകൾ, ഏതാനും വാക്യശകലങ്ങളെ ആസ്പദമാക്കി നിങ്ങളോട് ഓർപ്പിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്, പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സാദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. ഹല്ലേലൂയ. ആദ്യം വായിച്ചു, മനുഷ്യർ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു എന്ന് വെച്ചാൽ നശിച്ചുപോയി. അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയുടെ സാദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. ഒന്നിന്റെയും സാദൃശ്യമെന്ന് നീ നിരൂപിക്കരുത്. ഇന്ന് നിന്റെ ചിന്തയെ, നിരൂപണങ്ങളെ എടുത്തെറിഞ്ഞു കളയണം. കൊത്തി തീർക്കുന്ന രൂപസാദൃശ്യത്തിലാണ് ദൈവമെന്ന് നീ നിരൂപിക്കേണ്ട. കേട്ടല്ലോ? അതുകൊണ്ട് റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് വരാം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ ഇല്ലാത്തവരായി തീർന്നു. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. നമ്മിൽ ആരിലും ദൈവത്തിന്റെ തേജസ്സില്ല എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മഹത്വമില്ല. എന്തുകൊണ്ട്? പാപം ചെയ്തതിനാൽ. എല്ലാവരും പാപം ചെയ്തതിനാൽ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു? മഹത്വം നഷ്ടപ്പെട്ടു, അഗ്നി നഷ്ടപ്പെട്ടു, ശബ്ദം നഷ്ടപ്പെട്ടു, തേജസ്സും നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട കൊടും പാപികളാണ് നമ്മളെല്ലാവരും. എന്നാൽ നാം ചെയ്യേണ്ടതും നിവർത്തിക്കേണ്ടതുമായ 3-4 കാര്യങ്ങളുണ്ട്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കാം. യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. നോക്ക്, ദൈവത്തിന്റെ തേജസ് യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. ഏതാ പർവ്വതം? അതേതാണ് ചോദിച്ചത്? അവിടെയാണ് ദൈവത്തിന്റെ ആലയം. ഇപ്പോൾ ആ പർവ്വതം ഏതാണ്? ഇമ്മാനുവേൽ. ഒന്ന് എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവത്തിന്റെ പർവ്വതമാണ് ഇമ്മാനുവേൽ. ഈ ദൈവത്തിന്റെ പർവ്വതത്തില് യഹോവയുടെ തേജസ് സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അതാണ് വിഷയം. 6 ദിവസം സീനായി പർവ്വതത്തില് മേഘം മൂടി. ആ മേഘമാണ് തേജസ്. അവൻ 7-ാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. അതെ, മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. ആമേൻ. സീനായി പർവ്വതത്തില് ദൈവത്തിന്റെ മേഘം 6 ദിവസം മൂടി നിന്നു. 7-ാമത്തെ ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. യഹോവയുടെ 7-ാമത്തെ ദിവസം വിശുദ്ധ ദിവസം. അപ്പോൾ മോശ ദൈവ തേജസ് സീനായി പർവ്വതത്തിൽ മൂടിയിരിക്കുന്നത് കണ്ടു. ലോകത്തിന് അത് മേഘമായിട്ടാണ് കണ്ടത്. എന്നാൽ
മോശയ്ക്ക് കത്തുന്ന തീ പോലെ, മോശയ്ക്ക് തേജസ്സായി കണ്ടു. എന്നാൽ ഇസ്രായേൽ ജനത്തിന് അഗ്നിയായി കണ്ടു. മനസ്സിലായോ? ലോകത്തിന് ഇതൊരു പുൽക്കൂടാണ്, ദൈവജനത്തിന് ഇതൊരു തീക്കുണ്ടമാണ്. മോശയ്ക്ക് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായ ദൈവമാണ്. അപ്പോസ്തലന്മാരായിരിക്കുന്നവരെല്ലാം പുറമേ നിന്ന് മേഘമായി കാണരുത്. ഇസ്രായേൽ മക്കൾ ദഹിപ്പിക്കുന്ന അഗ്നിയായി ദൂരെ നിന്ന് കണ്ടതുപോലെ നിങ്ങൾ കാണരുത്. നിങ്ങൾ ദൈവത്തിന്റെ തേജസ്സായി, ദൈവ ശബ്ദമായി മോശ കണ്ടതുപോലെ കാണുവാൻ നിങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇതെല്ലാം ഒരുപോലെ കാണുന്നത് 7-ാം ദിവസമാണ്. വായിച്ചേ 17-ാം വാക്യം. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. ഇസ്രായേൽ മക്കൾക്ക് തീയായി തോന്നി. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ അറിയിക്കട്ടെ, ഇവിടെ നമ്മുടെ അടുക്കൽ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം മോശയ്ക്ക് സീനായിൽ പ്രത്യക്ഷമായ തേജോരൂപനായി വന്നിരിക്കുന്നു. എന്നാൽ ആലയത്തിൽ നിന്ന് ദൂരെ നിൽക്കുന്ന ദൈവജനത്തിന് ഇത് ദൈവിപ്പിക്കുന്ന അഗ്നിയായി കാണും. മൂന്നാമത് പുറമേ നിൽക്കുന്നവർക്ക് മേഘമായി തോന്നും. എന്ന് വെച്ചാൽ പോട്ട ധ്യാന കേന്ദ്രം, യെരുശലേം ധ്യാന കേന്ദ്രം, ഇവിടെ മുട്ടിക്കുളങ്ങര പറഞ്ഞുണ്ടല്ലോ, സീനായി, അതുപോലൊരു കേന്ദ്രമായി മേഘമായി ഇത് തോന്നും. എന്നാൽ മോശയ്ക്ക് തേജസ്സിൽ സംസാരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയായി ഇത് കാണും. ഞാനിന്ന് നിങ്ങളോട് അറിയിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ കാണണം? ന്യായം വിധിക്കുന്ന തീയായി കാണണമോ? പുറമേ നോക്കുന്നവർക്ക് മേഘമായി കാണുന്ന പോലെ കാണണമോ? അല്ല, ദൈവ ശബ്ദം കേട്ടതുപോലെ അടിയനിതാ നീ സംസാരിക്കണമേ എന്നുള്ള മധുര സമ്പർക്കത്തിന്റെ ഒരു സാമീപ്യമായി കാണണമോ? എന്താണ് നീ കാണുവാൻ ആഗ്രഹിക്കുന്നത്? നിന്റെ തേജസ്സും നിന്റെ ശബ്ദവും നിന്റെ ആലയത്തിൽ ഹല്ലേലൂയ എനിക്ക് കേൾക്കുവാൻ കാണുവാൻ ഇടയാക്കണമേ. ഒന്നാമത് നമുക്ക് പുറപ്പാട് 24:16 വായിക്കാം. അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി, ഒരു മേഘം പർവ്വതത്തെ മൂടി. 15-ാം വാക്യം. 15 വായിച്ചു. 15-ആണോ? വായിക്ക. അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി, ഒരു മേഘം പർവ്വതത്തെ മൂടി. ഞാൻ അവിടെ ആരംഭിക്കുന്ന ഒരു വിഷയമുണ്ട്. മോശ കയറിയപ്പോൾ ഒരു മേഘം മൂടി. എന്താണ് അതിന്റെ അർത്ഥം? മോശ എവിടെയെന്ന് ലോകം കാണരുത്. മനസ്സിലായോ? ലോകം കാണരുത് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ ശശി? എന്താണ് അതിന്റെ അർത്ഥം? എന്താ ദാസ? ആർക്ക് പറയാം? വാസുദേവന് ഉത്തരം പറയാൻ കഴിയോ? മേഘം മൂടി. മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ തീരത്ത് വന്നു. മുൻപിൽ വെളിച്ചമായി നിന്ന മേഘം അവിടെ പുറകിൽ പോയി. ഫറവോന് സൈന്യത്തിന് രാത്രിയായും ഇസ്രായേൽ മക്കൾക്ക് വെളിച്ചമായും പ്രകാശിച്ചു. മേഘത്തിന്റെ ഒരു വശം വെളിച്ചമാണ്, ഒരു വശം ഇരുട്ടാണ്. എന്ന് വെച്ചാൽ മോശയെ ലോകമോ ലോകത്തിലുള്ളവരോ സർപ്പമോ സാത്താനോ കാണരുത്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ പർവ്വതത്തിൽ ഒരു മേഘം കൊണ്ട് മൂടി സ്വർലോകത്തിലെ അന്ധകാര ശക്തി നിന്നെ കാണാതിരിക്കേണ്ടതിന് മേഘം മറച്ചു. എന്നാൽ മേഘത്തിന്റെ ഉൾവശം തേജസ്സാണ്. തേജോമയനായ ദൈവം നിന്നോട്
ഇടപെടുന്ന ഇടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറക്കരുത്. രണ്ടാമത് സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കാം. സംഖ്യ 14:10. എന്നാറെ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ യഹോവയുടെ തേജസ്സ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ മക്കളും കാണുക പ്രത്യക്ഷമായി. നോക്ക്, ന്യായവിധിയുടെ മധ്യത്തില് വെളിപ്പെടുന്നവനാണ് ദൈവത്തിന്റെ അഗ്നി. അഗ്നി വെളിപ്പെട്ടോ? ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞു, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 പേര് എരിയുന്ന തീച്ചൂളയിൽ വലിച്ചെറിഞ്ഞു. പക്ഷേ അഗ്നിയിൽ 4-ാമനായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ആ അഗ്നികുണ്ഡത്തിൽ പ്രത്യക്ഷനായി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ അഗ്നി എപ്പോൾ വരും? ന്യായവിധിയിൽ വരും. എന്താണ് ന്യായവിധി നോക്കാം. 7-ാം വാക്യം മുതൽ വായിക്കേ. ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞു എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്ക മാത്രമരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവിടെ 2 ചിന്തയാണ്. 12 പേരെ ഓരോ ഗോത്രത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് മോശെ അയച്ചു. അവര് 10 പേർ മടങ്ങി വന്നിട്ട് പറയുന്നത്, 1-ാം വാക്യം മുതലൊന്ന് വായിച്ചേ. സഭയൊക്കെ ഉറക്കെ നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്ക് അഹരോനും വിരോധമായി പിറുപിറുത്തു. അവരോട്, മിസ്രൈം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മരിച്ചാലും മതി. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന കയ്യിൽ കൊണ്ടുകൊടുക്കരുത്. ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകയല്ലയോ ഞങ്ങൾക്ക് നല്ലത്. മടങ്ങിപ്പോകുന്നതല്ലയോ. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രൈമിലേക്ക് പോകാം. ഇവിടെ അങ്ങനെ ചിന്തിച്ച അനേകരുണ്ട്. ഇപ്പോഴും പലരും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് മോശ എന്ന പാടത്തലവനെ വിട്ടിട്ട് നമുക്കൊരു നായകനെ നിശ്ചയിച്ച് മടങ്ങിപ്പോകാം. എന്താ കാരണം? 13:33 വായിക്കാം. അവിടെയുണ്ട് കാരണം. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെ അതികായന്മാർ. 12 പേര് ദേശം ഒറ്റുനോക്കാൻ പോയി. 10 പേര് ഒരേ സ്വരത്തിൽ പറഞ്ഞു, അവിടുത്തെ ജനമെല്ലാം മഹാകായന്മാർ, അതികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. അവിടെ മഹാമല്ലന്മാരെ കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. ഞങ്ങൾ അവിടെ മുൻപിൽ വെട്ടുക്കിളി പോലെ അവിടെ ഒരു ചെറിയ ജീവിയായി തോന്നി. ആര് പറഞ്ഞു? ദേശം ഒറ്റുനോക്കാൻ പോയ 10 പേര് പറഞ്ഞു. 2 പേരെന്ത് പറഞ്ഞു? 14-ാം വാക്യത്തിലെ അധ്യായത്തില് ഇസ്രായേൽ മക്കളോട് സഭയോട് പറഞ്ഞത്, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാണ്. നല്ല ദേശം. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ ചെന്ന് അത് തരും. നിങ്ങൾ മത്സരിക്ക മാത്രമേ. ദൈവമക്കളുടെ ചിന്ത ശത്രു വലുതല്ല. ദൈവമക്കളുടെ ചിന്ത ദൈവകൽപ്പന വലുതാണ്. യോശുവയും കാലേബും പാലും തേനും ഒഴുകുന്ന ദേശം. മറ്റവരെന്ത് പറഞ്ഞു? മല്ലന്മാരുടെ ദേശം. അവരുടെ മുൻപില് ഞങ്ങൾ വെട്ടുക്കിളികളാണ്. എന്നാൽ യോശുവയും കാലേബും പറഞ്ഞു പാലും തേനും ഒഴുകുന്ന ദേശം. 2, നിങ്ങൾ യഹോവയോട് മത്സരിക്ക മാത്രം ചെയ്യരുത്. ദൈവം അത് നമുക്ക് തരും. 3, ദൈവത്തോട് മത്സരിക്കരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരെ നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും. 5 കാര്യം. അപ്പോൾ ജനം എന്ത് ചെയ്തു? വായിച്ച വേഗം. നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. അവരെ യഹോവ കൂടെ ഉള്ളതിനാൽ ഭയപ്പെടേണ്ട. എന്നാലേ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. ഉടൻ തീരുമാനിച്ചു. സഭ മുഴുവനും
യോശുവയെയും കാലേബിനെയും കല്ലെറിയണം. അപ്പോൾ യഹോവയുടെ തേജസ്സ്. ഹല്ലേലൂയ. ആമേൻ. ദൈവജനമേ, ദൈവാത്മാവുള്ള നിന്നെ ദൈവമക്കൾ എന്ന് പറയുന്നവർ കല്ലെറിയാൻ ആഗ്രഹിച്ചാൽ അഗ്നിയിൽ നാലാമനായി പ്രത്യക്ഷനായ ദൈവം നിനക്ക് വേണ്ടി അപ്പോൾ അഗ്നിയിൽ പ്രത്യക്ഷനാകും. ആരെ കല്ലെറിയാൻ ഉദ്ദേശിച്ചത്? ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ 10 പേരൂടെ ചേർന്ന് 2 പേരെ. ഇന്ന് അങ്ങനെയാണ് ഇമ്മാനുവേലിൽ അത് സംഭവിച്ചു. 10 പേര് ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് 2 പേരെ കല്ലെറിയുകയാണ്. മനസ്സിലായോ? ഇവിടെ എന്താ വായിച്ചത്? ദേശത്തെ ഒറ്റുനോക്കുവാൻ, സുവിശേഷ വേല ചെയ്യുവാൻ, ദൈവരാജ്യം പ്രസംഗിക്കുവാൻ പുറപ്പെട്ടതായ 12 പേരിൽ 10 പേര് ഇന്ന് 2 പേരെ കല്ലെറിയുകയാണ്. നിങ്ങളുടെ മധ്യത്തിലും അങ്ങനെ തന്നെ. നിങ്ങളോടൊപ്പം അനേകര് വന്നു, അവരിപ്പോൾ നിങ്ങളെ കല്ലെറിയുകയാണ്. എന്നാൽ യോശുവ എന്ത് പറഞ്ഞു? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം അവരെ ഭയപ്പെടേണ്ട, അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പോയി നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. അവരെ ഭയപ്പെടേണ്ട. ഇന്ന് ഒറ്റപ്പെട്ട ഭൂരിപക്ഷം തള്ളിക്കളഞ്ഞ നമ്മോട് ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ കൂടെയുണ്ട്, നീ അവരെ ഭയപ്പെടേണ്ട, ഞാൻ സഹായിക്കും. താഴോട്ട്. എന്നാറേ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ യഹോവയുടെ തേജസ്സ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ മക്കളും കാണുക പ്രത്യക്ഷമായി. ആമേൻ. വായിക്ക 17 വരെ. യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും? കേട്ടോ, മോശയോട് ദൈവം പറയുന്നു, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും. ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും. ഞാനിത് നിങ്ങളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം അടയാളങ്ങളും അത്ഭുതങ്ങളും സർവശക്തനായ ദൈവം നിന്റെ മുൻപാകെ ചെയ്തിരിക്കുന്നു. എന്നിട്ട് പിന്നെയും നീ ദൈവത്തെ നിരസിക്കുക. ഇന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാമോ? ദൈവമേ, ഞാൻ നിന്നെ വിട്ട് വീണ്ടും ക്ഷേത്രങ്ങളിലേക്കും വിഗ്രഹങ്ങളിലേക്കും മതങ്ങളിലേക്കും മന്ത്രവാദികളിലേക്കും ശകുനവാദികളിലേക്കും വെളിച്ചപ്പാടന്മാരിലേക്കും അതേ മടങ്ങിപ്പോയി എന്നോട് ക്ഷമിക്കണം. പറ്റുമോ? അങ്ങനെ ചെയ്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. വീണ്ടും താഴ്ത്തു വായിച്ച്. ഞാൻ അവരെ മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് സംഹരിച്ചു കളയും. അവരെ സംഹരിച്ചു കളയും. നിന്നെ അവരെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയാക്കുകയും ചെയ്യുമെന്ന് അരുളിച്ചെയ്തു. നോക്ക്, മോശയോട് ദൈവം പറഞ്ഞു കേട്ടോ, അവരെ ഞാൻ ദണ്ഡിപ്പിച്ച് നശിപ്പിച്ചു കളയും. അവർക്ക് പകരം നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. സായി എന്ത് പറയാത് കേട്ടാൽ, ശരി ദൈവമേ, നീ അവരെ നശിപ്പിച്ചോ, എന്നെ വലുതാക്കിയാൽ മതി. അതിന്റെ അർത്ഥം ഹരിക്ക് മനസ്സിലായ? പണ്ടൊരു സ്ത്രീ പറഞ്ഞു, എല്ലാവരും ചാകട്ടെ, ഒരു തട്ടാൻ മാത്രം ശേഷിക്കട്ടെ, ചത്തവരുടെ ആഭരണം എല്ലാം എടുത്ത് തട്ടാൻ എനിക്ക് വേണ്ടുപോലെ ആഭരണം ഉണ്ടാക്കി തരട്ടെ. ഇവിടെ മോശയോട് ദൈവം പറഞ്ഞു, അവര് എന്നെ ധിക്കരിച്ചത് കൊണ്ട് ഞാൻ അവരെ സംഹരിക്കും, അവരെ ഞാൻ നശിപ്പിച്ചിട്ട് നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. പക്ഷെ മോശ എന്താ പറഞ്ഞത്? എന്നാൽ മിസ്രൈമ്യർ അത് കേൾക്കും. നീ ആര് കേൾക്കും? മിസ്രൈമ്യർ, അതായത് ദൈവജനത്തിന്റെ ശത്രുക്കൾ അത് കേൾക്കും. നീ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് നിന്റെ ശക്തിയാൽ കൊണ്ടുപോകുന്നുവല്ലോ, അവർ അത് ഈ ദേശനിവാസികളോട് പറയും. അവർ പറയും, ദൈവം ഇവരെ കൊണ്ടുവന്നു, പക്ഷേ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല.
യഹോവയായ നീ ജനത്തിന്റെ മധ്യ ഉണ്ടെന്ന് അവർ കേട്ടിരിക്കുന്നു. യഹോവയായ നിന്നെ ഇവർ കണ്ണാലെ കാണുകയും നിന്റെ മേഘം അവർക്ക് മീതെ നിൽക്കുകയും പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നീ ഇവർക്ക് മുമ്പായി നടക്കുകയും ചെയ്യുന്നുവല്ലോ. നീ ഇവരോടുകൂടെ ഉണ്ടാകുന്നുവല്ലോ. നീ ഇപ്പോൾ ഈ ജനത്തെ ഒക്കെയും ഒരു ഒറ്റ മനുഷ്യനെ പോലെ കൊന്നുകളഞ്ഞാൽ നിന്റെ കീർത്തി കേട്ടിരിക്കുന്ന ജാതികൾ ഈ ജനത്തോട് സത്യം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ യഹോവയ്ക്ക് കഴിയായിക കൊണ്ട് അവൻ അവരെ മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് പറയും. ആമേൻ. കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഈ ആലയത്തിന്, ഈ ദൈവജനത്തിന് ഒരു ദുഷ്പേരുണ്ടാകാതിരിക്കേണ്ടതിന് ദൈവം കരുണ കാണിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ശൂന്യമാകുമെന്ന് സാത്താൻ പ്രവചിച്ചപ്പോൾ ദൈവം പറയുന്നു, മോശ പറയുന്നു, നീ അങ്ങനെയുള്ളവനല്ല. ഈ ജനത്തിന്റെ പ്രകൃതി സ്വഭാവം അനുസരിച്ച് സംഹരിക്കുന്നവനല്ല. അങ്ങനെ പറയാതിരിക്കേണ്ടതിന് ഇവരെ സംഹരിക്കരുതേ. അത് മോശയുടെ പ്രാർത്ഥനയാണ്. താഴോട്ട്, യഹോവ ദീർഘക്ഷമയും മഹാദയമുള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാർ അകത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ എന്നിങ്ങനെ നീ അല്ലി ചെയ്തതുപോലെ കർത്താവേ, ഇപ്പോൾ നിന്റെ ശക്തി വലുതായിരിക്കണമേ, വലുതായി ശക്തനായിരിക്കണം. നിന്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടം വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്നതുപോലെ ഈ ജനത്തിന്റെ അകൃത്യം ക്ഷമിക്കണമേ. ഇന്ന് എന്റെ പ്രാർത്ഥന അതേ ഉള്ളൂ. അങ്ങനെ എത്ര പേര് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും? ഈ ജനം നിന്നോട് മത്സരിച്ചു, ഇവർ നിന്നെ വിട്ടുപോയി, ഇവർ അതെ ഈ ജനത്തെ കുറിച്ച് കുറ്റം പറയുന്നു, ഇവർ യോശുവയെയും കാലേബിനെയും തിരസ്കരിച്ചതുപോലെ തിരസ്കരിക്കുന്നു. എങ്കിലും പിതാവേ, നീ ഇവരോട് ക്ഷമിക്കണം. അങ്ങനെ ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കാമോ? ഈ ആലയം ദൈവത്തിൻ്റെതല്ല, ദൈവം ഇവിടെ ഇല്ല, ദൈവം വിട്ടുപോയി, ദൈവം ഞങ്ങളോടുകൂടെ എന്ന് പറഞ്ഞവരുടെ മധ്യത്തില് ഇന്നും അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവായ യേശു നമ്മോടുകൂടെ. ഹല്ലേലൂയ. അവന്റെ ആലയത്തിൽ നാനാജാതി മതങ്ങളിൽപ്പെട്ട ആയിരങ്ങളെ കൊണ്ട് നിറച്ച് അനുഗ്രഹിച്ച അത്യുന്നതനായ ദൈവം. യേശുവേ, നീ വലിയവൻ, യേശുവേ, നീ പരിശുദ്ധൻ, യേശുവേ, നീ നല്ലവൻ, യേശുവേ, നീ വല്ലവൻ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തില് യേശുവേ, നീ വലിയവൻ. ഇസ്രായേലിനേക്കാൾ, ഈജിപ്തിനേക്കാൾ, ഭരണകൂടത്തെക്കാൾ, ദൈവങ്ങളെക്കാൾ യേശുവേ, നീ വലിയവൻ, നീ കരുണാമയൻ, നീ മനസ്സലിവുള്ളവൻ, നീ പാപം ക്ഷമിക്കുന്നവൻ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരറിയിപ്പുണ്ടെന്ന് വായിക്കാം. നെച്ചൂരിലെ ജീഷ്മയെ അന്വേഷിച്ച് വസന്ത പുറകിൽ ബുക്ക് സ്റ്റാളിൽ വന്നിരിക്കുന്നു. അത്യാവശ്യമായിട്ട് ചെല്ലാൻ. നെച്ചൂരിലെ ജീഷ്മയെ അന്വേഷിച്ച് ബുക്ക് സ്റ്റാളിൽ ഒരാൾ വന്നിട്ടുണ്ട്. പുറകിലേക്ക് ചെല്ലുക. അപ്പോൾ ഞാനിവിടെ വായിച്ചത് എന്താണത്? ശിക്ഷാവിധി. കേട്ടല്ലോ? ദൈവത്തിന്റെ ശിക്ഷാവിധിയെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആരുടെ നേരെ? യോശുവയുടെയും കാലേബിന്റെയും നേരെ. അപ്പോൾ 10 പേരും ജനം മുഴുവനും ഒറ്റക്കെട്ടായി നിന്നിട്ട് 2 പേരെ കല്ലെറിയാൻ ദൈവം അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷനായി അവരെ സമീകരിക്കുമെന്ന് ദൈവം അരുളി ചെയ്യുമ്പോൾ മോശ പറയുന്നു, അരുതേ, അവരോട് ഒന്നും ചെയ്യരുതേ, നിന്റെ കീർത്തി കേട്ടിരിക്കുന്ന ജാതികൾ നിനക്ക് കഴിവില്ലാത്തവനെന്ന് പറയുവാൻ ഇടവരരുത്. അങ്ങനെ ദൈവകോപം ശമിച്ചു. മോശ മധ്യസ്ഥനായി നിന്ന്, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ഈ ജനത്തോട് ക്ഷമിച്ചിരിക്കുന്നു. എങ്കിലും എന്നാണ് ഭൂമിയല്ല യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളോട്, നീ നിമിത്തം
അവരോട് ക്ഷമിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. നീ പറയണം അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുമോ നിങ്ങൾ എല്ലാവരും? നിനക്കെതിരെ, നിന്റെ ദൈവത്തിന്റെ ആലയത്തിനെതിരെ, നിന്റെ ദൈവത്തിന്റെ ദാസനെതിരെ, നിന്റെ നാമത്തിനെതിരെ നീങ്ങുന്നവരോട് നീ ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. അതെ, കല്ലെറിയുവാൻ കല്ലെടുത്ത ഈ 12 പേരിൽ 10 പേരോടും അവരോട് കൂടിയവരോടും ക്ഷമിക്കണമേ എന്ന് നീ പറയുമോ? ദൈവം ക്ഷമിക്കട്ടെ. ക്ഷമിക്കുന്നവനാണ് ദൈവം. അങ്ങനെ ശിക്ഷാവിധി മാറ്റി ജനത്തെ ശിക്ഷിപ്പാൻ ദൈവം കരമുയർത്തിയപ്പോൾ അരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അത് ദൈവം മോശയുടെ വാക്ക് കേട്ട് ക്ഷമിച്ചതുപോലെ ഇന്ന് നമ്മുടെ വാക്ക് കേട്ട് അധർമ്മികളോട്, കല്ലെറിയുന്നവരോട്, കുറ്റം ചെയ്യുന്നവരോട്, കൊല്ലാൻ വിധിക്കുന്നവരോട് പൊറുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മൂന്നാമത്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് സഭ കൂടി വരുമ്പോഴാണ്. സംഖ്യാപുസ്തകം 16:19 ഒന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 16:19. കോരഹ് അവർക്ക് വിരോധമായി സർവ്വസഭയെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൂട്ടിവരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. മോശയ്ക്കും അഹരോനുമായി മത്സരിച്ചുകൊണ്ട് കോരഹ് ദൈവസഭയെ വിളിച്ചു കൂട്ടി. ആരും മിണ്ടുന്നില്ല. ദൈവസഭയെ, ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട മോശയെയും അഹരോനെയും കൂടാതെ ദൈവസഭയെ കോരഹ് വിളിച്ചു വരുത്തി. എന്തിനാ വിളിച്ചു വരുത്തിയെന്ന് അറിയണ്ടേ? സഭയെ വിളിച്ചു വരുത്തിയത് ദൈവ ന്യായവിധിക്കാണ്. കേട്ടോ? എന്നിട്ട് വായിച്ച്, അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. സർവ്വസഭയ്ക്കും തേജസ് പ്രത്യക്ഷമായി. സാധാരണ പ്രത്യക്ഷമാകുന്ന തേജസ് എപ്പോഴാണെന്നറിയണ്ടേ? മോശ അഹരോനും വിളിക്കുമ്പോൾ. എന്നാൽ കോരഹ് വിളിച്ചപ്പോൾ ദൈവത്തിന്റെ തേജസ് പ്രത്യക്ഷമായി. എന്തുകൊണ്ട്? ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർ വിളിച്ചാലും ദൈവത്തിന്റെ ശത്രു വിളിച്ചാലും തേജസ് വരും. എന്തിനാണെന്ന് വായിക്കാതാകട്ടെ. യഹോവ മോശയോടും അഹരോനോടും ഈ സഭയുടെ മധ്യം നിന്ന് മാറിപ്പോകുവിൻ, നീ മാറുക, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കുമെന്ന് കൽപ്പിച്ചു. കേട്ടോ? കോരഹ് വിളിച്ചപ്പോൾ ദൈവത്തിന്റെ തേജസ് വന്നത് സംഹരിപ്പാൻ, അവരോടുകൂടെ സംഹരിച്ച് കളയാതിരിക്കേണ്ടതിന് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായി. മോശേ, നീ ഇവരുടെ മധ്യയിൽ നിന്ന് മാറുക, ഞാൻ ഇപ്പോൾ ഇവരെ സംഹരിക്കും. എന്നാൽ അപ്പോൾ അവർ കവിണ്ണു വീണു. അപ്പോൾ മോശ ദൈവസന്നിധിയിൽ കവിണ്ണു വീണു. എന്നിട്ട് സകല ജനത്തിന്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ, നോക്ക്, മോശ നിലവിളിക്കുന്നു. നിലവിളി കേട്ടോ? സർവ ജനത്തിന്റെയും 30 ലക്ഷം ജനമുണ്ട്. സർവ ജനത്തിന്റെയും ആത്മാക്കളുടെ ഉടയവനായ ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന്, ഒരു മനുഷ്യൻ അഥവാ കോരഹ് പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ? സർവസഭയോടും കോപിക്കുമോ? എത്ര പ്രാവശ്യം ദൈവം ഒരുവനോട് കോപിച്ച് ദൈവസഭയ്ക്കെതിരെ കൈനീട്ടിയിട്ടുണ്ടെന്നറിയാമോ? എനിക്കറിയാം. ഓരോരുത്തരും തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കരം ഈ ആലയത്തിനെതിരെ നീട്ടാറുണ്ട്, എന്നോട് അറിയിക്കാറുണ്ട്. ഞാൻ നെടുമ്പാട് മോശയെ പോലെ കിടന്ന് നിലവിളിക്കാറുണ്ട്. ഈ ഒരുവന്റെ പാപം, ഈ ഒരുവനുടെ പാപം, സർവജനത്തിന്റെയും ആത്മാക്കളുടെ ഉടയവനായ ദൈവമേ, നീ അവരോട് കണക്കിടരുതേ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അങ്ങനെ പ്രാർത്ഥിക്കുമെന്നുള്ളവര് കരമുയർത്തരുത്. ഹല്ലേലൂയ പാടാം. മോശ പ്രാർത്ഥിച്ചു. ബലം. അതിന് യഹോവ മോശയോട്, കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന് ചുറ്റും നിന്ന് മാറിക്കൊള്ളുവിൻ. നോക്ക്, ആദ്യം ദൈവം പറഞ്ഞു, മോശേ നീ മാറ്. രണ്ടാമത് മോശയുടെ പ്രാർത്ഥന കേട്ടിട്ട് കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ മത്സരിച്ച പിറുപിറുത്ത ദൈവത്തിനെതിരായി നീങ്ങിയ 3 പേരുടെ മധ്യത്തിൽ നിന്ന് സഭയോട് മാറാൻ പറ.
സഭ മാറി. മോശ എഴുന്നേറ്റ് ദാഥാനെ അബിരാമിന്റെ അടുക്കൽ ചെന്നു. ഇസ്രായേൽ മൂപ്പന്മാർ അവന്റെ പിന്നാലെ ചെന്നു. അവൻ സഭയോട് ഈ ദുഷ്ട മനുഷ്യരുടെ സകല പാപങ്ങളാലും ജനത്തിന് ശിക്ഷ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈ ദുഷ്ടമനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോക. അവർക്കുള്ള യാതൊന്നിനെയും തുടരുത്. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അരുത്. കോരഹിനോടും ദാഥാനോടും അബീരാമിനോടും ചങ്ങാത്തം അരുത്. ഇന്ന് മനസ്സിലാവില്ല, നാളെ മനസ്സിലാക്കി തരും ദൈവം. മോശയോട് പറഞ്ഞു, നീ മാറുക. പക്ഷേ സകലാത്മാക്കളുടെയും ഉടയവനായ ദൈവമേ, ഒരു മനുഷ്യനോടുള്ള നിന്റെ പ്രതികാരം ജനത്തെ ബാധിക്കരുത്. ഉടൻ ദൈവം മോശയോട് പറഞ്ഞു, ഈ 3 പേരുടെ കൂടാരത്തിൽ നിന്ന് അവര് വിളിച്ചു കൂട്ടിയ സഭയോട് മാറിപ്പോകാൻ പറ. അവരെ തുടരുത്. തൊട്ടാൽ നിനക്കും നാശം വരും. എന്നിട്ടോ അങ്ങനെ അവർ കോരഹ്, ദാഥാൻ, അബിരാം എന്നിവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ ദാഥാനും അബിരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താന്താങ്ങളുടെ കൂടാരവാതിക്കൽ നിന്നു. അപ്പോൾ മോശ പറഞ്ഞത്, ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു. ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല. ജനത്തിനല്ല ഒരു പ്രശ്നം. ആർക്കാ പ്രശ്നം? കോരഹിനും അബീരാമിനും ദാഥാനും. അവരുടെ പ്രശ്നം, ഞങ്ങളെയും ദൈവം വിളിച്ചതാണ്, ഞങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തതാണ്, ഞങ്ങളെയും ദൈവം നിയോഗിച്ചതാണ്. അനേക വർഷങ്ങളായി ഇമ്മാനുവേൽ അതാണ് വിഷയം. ഞങ്ങളെ വിളിച്ചതല്ലേ, ഞങ്ങളെ തെരഞ്ഞെടുത്തതല്ലേ, ഞങ്ങളോട് സംസാരിച്ചതല്ലേ, ഞങ്ങളുടെ ദൈവമല്ലേ എന്ന മത്സരം നടക്കുകയാണ്. പക്ഷേ മോശ അവിടെ പറയുന്ന ഒരു വാക്ക് കേട്ടോ, ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു. എന്നെ അവനയച്ചതാ. ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. എന്നെ ദൈവം വിളിച്ചതാണെന്നും എന്നെ ദൈവം അയച്ചതാണെന്നും ഞാൻ ഇന്ന് വരെ ചെയ്തതല്ല ദൈവത്തിന്റെ കൽപ്പന പോലെയൊന്നും നിങ്ങൾ അറിയേണ്ടതിന് മോശ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയാം. മോശ പറഞ്ഞതിലേക്ക് വരാം. സകല മനുഷ്യരും മരിക്കുന്ന പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്ന പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ ഇവർ ആരും മനുഷ്യൻ മരിക്കുന്ന പോലെ മരിക്കില്ല. അങ്ങനെ മരിച്ചാൽ ദൈവം എന്നെ അയച്ചിട്ടില്ല. എൻ്റെ വലിയ ഒരു പ്രതിജ്ഞയാണത്. സാധാരണ മനുഷ്യൻ മരിക്കുന്ന പോലെ അല്ല കോരഹിന്റെയും അബീരാമിന്റെയും ദാഥാന്റെയും അന്ത്യം. മനസ്സിലായോ? മറക്കരുത്. എന്നെ വിളിച്ച ദൈവം, എന്നെ അയച്ച ദൈവം, എന്നിൽ കൂടെ പ്രവർത്തിച്ച ദൈവം എന്നെ ആര് വിളിച്ചു എന്ന് തെളിയിച്ചതിന് ശേഷമേ അവസാനിപ്പിക്കൂ. മനസ്സിലായോ? എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായു പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളക്കുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. അപ്പൊ 3 കാര്യമാണ് മോശ പറയുന്നത്. എന്നെ വിളിച്ചത് ദൈവമെന്ന് നിങ്ങൾ അറിയും. 2, സാധാരണ മനുഷ്യൻ മരിക്കുന്ന പോലെ ഇവർ മരിക്കുന്നുവെങ്കിൽ ദൈവം എന്നെ അയച്ചിട്ടില്ല എന്ന് നിങ്ങൾ അറിയും. 3, ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായു പിളർന്ന് അവരെയും അവർക്കുള്ള സകല 3, ഭൂമി വാവിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും ഒരു അപൂർവ കാര്യമായി വിഴുങ്ങിക്കളയും. അവർ 3 കാര്യമാണ് മോശ അടയാളം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. ഇവർ യഹോവയാണ് നിരസിച്ചത്, എന്നോടല്ല മത്സരിച്ചതെന്ന് നിങ്ങൾ അറിയും. അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വായി തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും
കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. മോശ എത്ര കാര്യം പറഞ്ഞു? രാജ എത്ര കാര്യം മോശ പറഞ്ഞു? 3 കാര്യം. ഒന്ന്, ദൈവം എന്നെ അയച്ചു, സ്വമേധയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ സ്വമേധ ഒന്നും ചെയ്തിട്ടില്ല. ഒരു അപൂർവ കാര്യം. രണ്ടാമത് അപൂർവ കാര്യം അല്ല, സകല മനുഷ്യരും മരിക്കുന്ന പോലെ ഇവർ മരിക്കുകയോ, സകല മനുഷ്യരും മരിക്കുന്ന പോലെ ഇവർ മരിക്കുകയില്ല. മൂന്നാമത്, ഒരു അപൂർവ കാര്യം സംഭവിക്കും, ഭൂമി പിളരും, ഇവരെ വിഴുങ്ങും. ഒന്നാമത് ദൈവം എന്താ പറഞ്ഞത്? നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. ഞാൻ നിന്നെ വലിയ ജാതിയാക്കാം, വേണ്ട. രണ്ടാമത്, സകല ആത്മാക്കളുടെ ഉടയവനെ, ഇവരെ ഒരു മനുഷ്യന്റെ പാപത്താൽ കൊന്നുകളയരുത്. ഇതാണ് ദൈവാത്മാവിന്റെ പ്രാർത്ഥന. ദൈവാത്മാക്കൾ എന്ത് വേണം? എന്നെ നീ വലുതാക്കണ്ട. 2, ഒരുവന്റെ പാപം ജനത്തോട് കണക്കിടരുത്. പാപം ചെയ്തവരെ നീ ശിക്ഷിക്കുക, ഇവരെ വെറുതെ വിടുക. മോശയുടെ അപേക്ഷ അതായിരുന്നു. അങ്ങനെ മോശ പറഞ്ഞതുപോലെ ഭൂമി പിളർന്നു. 3 കുടുംബത്തെയും സകലത്തെയും ഭൂമി വിഴുങ്ങി അവരെ പാതാളത്തിലേക്ക് അയച്ചു. 4ാമത്തെ കാര്യത്തിലേക്ക് വരാം. ആവർത്തന പുസ്തകം 5:24. ഞങ്ങളുടെ ദൈവമായ യഹോവ തന്റെ തേജസ്സും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നുവല്ലോ. തീയുടെ നടുവിൽ നിന്ന് അവന്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു. ആമേൻ. ഒന്ന് വ്യക്തമായി നിങ്ങളോട് അറിയിക്കട്ടെ, ഈ വചനം അഗ്നിയുടെ നടുവിൽ നിന്ന് അരുളി ചെയ്ത ദൈവ ശബ്ദമാണ്. ബൈബിൾ ഉയർത്തി ഒന്ന് ദൈവത്തോട് പറയാമോ? ഈ വചനം അഗ്നിയുടെ നടുവിൽ നിന്ന് ദൈവം ജനത്തോട് സംസാരിച്ച സത്യവചനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ ഈ വചനത്തെ വിട്ട് വലിയ പുള്ളിയോ മാറാതെ അനുസരിക്കുമെന്ന് അബ്രഹാമിന്റെ ദൈവത്തോട് ഞങ്ങൾ ഇതാ സത്യം ചെയ്യുന്നു. ബൈബിൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പാടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇവിടെ നിർത്തുകയാണ്. ആവർത്തന പുസ്തകം 5:24 എന്ത് പറയുന്നു? ഞങ്ങളുടെ ദൈവമായ യഹോവ തന്റെ തേജസ്സും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നുവല്ലോ. ഒന്ന്, ദൈവം തന്റെ മഹത്വം കാണിച്ചിരിക്കുന്നു. 2, തീയുടെ നടുവിൽ നിന്ന് തേജസ്സും കാണിച്ചിരിക്കുന്നു. തീയുടെ നടുവിൽ നിന്ന് അവന്റെ തേജസ്സും കാണിച്ചിരിക്കുന്നു. 3, തീയുടെ നടുവിൽ നിന്ന് അവന്റെ ശബ്ദവും കേൾപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ മഹത്വം എന്താണ്? എന്താണ് ദൈവത്തിന്റെ മഹത്വം? ഞാൻ 4 കാര്യം പറഞ്ഞു. എന്താ 4 കാര്യം? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 1 മഹത്വം, 2 തീ, 3 ശബ്ദം, 4 തേജസ്. ഇത് 4 അനുഭവിച്ചറിഞ്ഞ ദൈവമക്കളൊന്ന് കരമുയർത്തിയേ. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ ചുരുക്കുകയാണ്. ഇന്ന് ദൈവം ഇവിടെയുണ്ട്. എങ്ങനെയുണ്ട്? അഗ്നിയുടെ നടുവിൽ. 2ാമത്, തേജോമയനായ ദൈവം നമുക്ക് നൽകിയ സത്യവചനവും നമ്മുടെ കയ്യിലുണ്ട്. 3ാമത്, തേജസ്സായി ലാസറിന്റെ കല്ലറയിൽ പ്രത്യക്ഷനായ, കാനാവിലെ കല്യാണത്തിന് പ്രത്യക്ഷനായ തേജോമയനായ ദൈവത്തിന്റെ തേജസ്സും ഇവിടെയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ സർവശക്തനായ പിതാവ് എന്നിലുണ്ട്. ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു എന്നോട് കൂടെയുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവും എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവം എൻ്റെ ദൈവം. ഹല്ലേലൂയ. ദൈവം എൻ്റെ ദൈവം. എൻ്റെ ദൈവം എല്ലാ നാളും അനുദിനം ചിറകടിയിൽ. ഹല്ലേലൂയ. എന്റെ ദൈവം എല്ലാ നാളും തന്നെ
ചേരുവാനുദിനം ചിറകടിയിൽ. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാനൊരു വലിയ സത്യം അറിയിക്കട്ടെ. ദൈവം മഹത്വമാണ്, ദൈവം അഗ്നിയാണ്, ദൈവം ശബ്ദമാണ്, ദൈവം തേജസ്സാണ്. ഇത് നാലും നിന്നിൽ വസിപ്പാൻ, നിന്നോടുകൂടെ സഞ്ചരിപ്പാൻ, നിന്നോടുകൂടെ യാത്ര ചെയ്യുവാൻ, നീ അവൻ്റേതും അവൻ നിന്റേതുമായി തീരുവാൻ ഇന്ന് എത്ര പേര് സമ്മതിക്കും, സമർപ്പിക്കും? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ ധാരാളമായി ഐശ്വര്യമായി ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കിപ്പോൾ എല്ലാവർക്കും എഴുന്നേൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതെ, ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. രോഗികൾ, ഇന്ന് വന്ന രോഗികളെല്ലാവരും രോഗമുള്ള ഭാഗത്ത് കരം വെച്ചുകൊണ്ട് യേശുവേ സൗഖ്യമാക്കണമേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വസ്ത്രം കർത്താവെ, അഖിലാണ്ടത്തിലൂടെ സ്വസ്ത്രം നാഥ, സർവശക്ത നിത്യനെ നീതിമാനും സർവശക്തനുമായ എന്റെ ദൈവമേ, ഏളിയും ഭാവിയിലും കൊടുമ സമ്മതിക്കുന്ന കർത്താവെ, സർവശക്ത ഒരു പൽക്കാലം കർത്താവെ നിന്റെ സന്നിധാനത്തിൽ കടന്നു വരാനും കർത്താവെ, പരിശുദ്ധനെ യഹോവ ഉണ്ടാക്കിയ ദിവസത്തിൽ കർത്താവെ, തമ്പുരാനെ നിന്റെ കൃപാസനത്തിൽ പ്രാർത്ഥിപ്പാൻ ഒരുക്കിയ വൻകൃപയ്ക്ക് നന്ദി കർത്താവെ. തമ്പുരാനെ ഈ പൽക്കാലം കർത്താവെ പിതാവിന്റെ വായിൽ കൂടി കേൾപ്പിച്ച വചനത്തിന് നന്ദി കർത്താവെ. അതിനൊത്തോളം കർത്താവെ ഞങ്ങളെ നീ ഓരോരുത്തരും ഒരുക്കണ കർത്താവെ. ഞങ്ങളുടെ കുറവുകൾ അതിൽ തടസ്സമാകരുത് തമ്പുരാനെ. സർവശക്തൻ നിന്ന് കടന്നു വന്ന സർവ്വ മക്കളെ കർത്താവെ നീ കാണാതെ പോകരുത്. ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളാണ് കർത്താവെ, സർവ്വ പ്രശ്നങ്ങൾക്ക് കർത്താവെ ഈ നിമിഷം കർത്താവെ നീ നാളെ സർവശക്തി നീ കൽപ്പിക്കുമാറാണ് കർത്താവെ. നിനക്ക് അസാധ്യമായത് ഒന്നുമല്ലല്ലോ കർത്താവെ. പരിശുദ്ധനെ സ്വന്തം കർത്താവെ, നീ മാത്രമാണ് കർത്താവെ. നിന്റെ മാത്രത്തിനായി കർത്താവെ ഞങ്ങളെ ആക്കിത്തരുന്നത്, നീ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചു കർത്താവെ. അത് നിന്റെ മാത്രത്തിനാക്കി ഞങ്ങൾ ആക്കിത്തരുന്ന തമ്പുരാൻ കർത്താവിന്റെ അധികാരമുള്ള നാമത്തിനെ കേൾക്കുമാറാണമേ. ആമേൻ. വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധന് സ്തോത്രം, പരിശുദ്ധന് സ്തോത്രം, പരിശുദ്ധന് സ്തോത്രം. നിത്യം നീതിമാനും എന്റെ കരുണാമനെ കരുണാമൂർത്തെ, എന്റെ സർവശക്തമായ പരിശുദ്ധ കർത്താവേ, കഴിയാൻ ഭാവിയും പൊടിയുമായ മഹാഭാവിയായ എന്നോട് കർത്താവേ, കർത്താവേ 15ാമത്തെ വർഷം കർത്താവേ, ആദ്യത്തെ കർത്താവേ 2ാമത്തെ മാസം കർത്താവേ, 3ാമത്തെ വിശ്വാസം കർത്താവേ, സകല കുടുംബങ്ങളും കൊലകൊണ്ടും ജാതിയും മതത്തിനും കൂട്ടുകാർക്കൊണ്ട് യഹോവ ഉണ്ടാക്കുന്ന ദിവസം അനേക മക്കളെ കുലകുലമായി കൂട്ടുകാരുടെ ദൈവത്തെ യാചിക്കാൻ, പ്രാർത്ഥിക്കാൻ, സൗഖ്യം കൊടുക്കാൻ, പാവത്തിന് ശാപത്തിന് जीवन का घोषण दासन सुसुड़के विभाग जीवन घोषण अने मक्कल वादन सकल महत्व सोच सुधिबानु ಇದಕ್ಕೆ ವೇണ്ടി ಕಾಲ ಕೃಷಿ ಜೀವನಕ್ಕೆ ಮೂರನೇ ನಾಶನೇ പരിശുദ്ധ നാമത്തിനെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് നന്ദി അർപ്പിക്കാം. എല്ലാവരും കരമുയർത്തി പിടിച്ചുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ അപേക്ഷിക്കാം. പ്രാർത്ഥന കേട്ട ദൈവത്തിന് രോഗസൗഖ്യം തന്ന ദൈവത്തിന് മറുപടി നൽകിയ ദൈവത്തിന് അവിടുന്ന് അഗ്നി അയച്ച ദൈവത്തിന് യാചനയും പ്രാർത്ഥനയും കേട്ടതിനാ സ്തോത്രം. പാടുവാൻ കൃപ നൽകിയതിനാ സ്തോത്രം. യാചിച്ച മക്കൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ 2 കരം ഉയർത്തി പിതാവിനെ മഹത്വം എല്ലാവരും കൈകളെ അടിച്ച് പിതാവിനെ സ്തുതിച്ചു.